നമ്മളുള്ളത് ദുബായ് പാർക്കിലാണ്, അല്ല നമ്മുടെ ദുബായ് സഫാരി പാർക്കിലാണ്. ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബേർഡ്സും ആനിമൽസും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ എൻക്വയറി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആനിമൽസിനും ബേർഡ്സിനെയും കാണാൻ കഴിയില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് പാർക്ക് കണ്ട് നമുക്ക് വിസിറ്റ് ചെയ്യാം. കാരണം ആനിമൽസും ബേർഡ്സും ഫുഡ് കഴിക്കാനും ഉറങ്ങാനും ഒക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ സിസ്സിൻ്റെ കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് വെറുതെ ഇരിക്കില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ പാർക്ക് തുറന്നു. എൻട്രൻസിൽ നിന്നും ഒരു വണ്ടി, അവർ തന്ന വണ്ടിയാണ്, അതിലൂടെ നമ്മൾ പോയി നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു. പിന്നെ അതിലേക്ക് പോകുമ്പോൾ ഒരു പാലത്തിലൂടെ ഒക്കെ നടന്ന നല്ല അടിപൊളി സ്ഥലമായിരുന്നു. നമ്മൾ ഈ സഫാരി പാർക്കിൽ പോയപ്പോൾ നമുക്ക് അവർ തന്ന വണ്ടിയിൽ നമ്മൾ ഇപ്പം 1-2 ആനിമൽസിനൊക്കെ കണ്ടു, ഡീറിനൊക്കെ നമ്മൾ കണ്ടു, നമ്മൾ കണ്ടിട്ടോ. അതേപോലെ ജിറാഫിനെ കണ്ടു, കൂട്ടയിലുള്ളത് നമ്മൾ നേരിട്ട് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അങ്ങനെയായിരുന്നു. പിന്നെ ഈ ഒരു വ്യൂ നിങ്ങൾ നോക്ക്, പാർക്കിൻ്റെ വ്യൂ പോയിൻ്റ് ആണ്, നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഗായ്സ്. അടിപൊളി പോയിന്റ് എന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ കാണാം. പിന്നെ നമ്മുടെ അടിയിൽ കാണുന്നതൊക്കെ ഫ്ലവേഴ്സാണ്, നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അടിപൊളി ഗൈസ്, നല്ല വ്യൂ പോയിന്റ് ആണത്. നമ്മുടെ ബുർജ് ഖലീഫയും നമ്മൾ വന്ന സ്ഥലമൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഉള്ളത്. ഈ വ്യൂ പോയിന്റ് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ദുബായ് സഫാരി പാർക്ക് നല്ല അടിപൊളിയായിട്ട് കാണും. തിരിച്ചു വരാനായപ്പോഴത്തേക്ക് ഇരുട്ടായി, അതുകൊണ്ട് നമുക്ക് ആ ഒരു അടിപൊളി ബുർജ് ഖലീഫയുടെ പിക്ചർ കിട്ടി. 5 മണിക്ക് ശേഷമാണ് നമ്മൾ കയറിയത്. അതുകൊണ്ട് നമ്മൾ കയറിയ പാട് തന്നെ ഇരുട്ട് വന്നിരുന്നു, അതുകൊണ്ട് നമുക്ക് അധികം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.